തമിഴ്നാട്ടിൽ നിന്നുള്ള ക്വാറി ഉൽപ്പന്നങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നിരോധിച്ചതോടെ കേരളത്തിലെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക്. പാറക്കല്ല്, മെറ്റൽ, എംസാൻഡ് തുടങ്ങിയവ കേരളത്തിലേക്ക് അടക്കം 3 സംസ്ഥാനങ്ങളിലേക്ക് 3 മാസത്തേക്കാണ് വിലക്കിയത്. ഇതേസമയം വിലക്കിൽ ഇളവ് തേടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാടിന് കത്തയച്ചു. തമിഴ്നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിയതും അനധികൃത ഖനനം വ്യാപകമായതും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ടി.വി.കെ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഖനനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയും തെങ്കാശി, വിരുദുനഗർ, മധുര ജില്ലകളെ 60ലധികം അനധികൃത ക്വാറികൾ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. നിരോധനം കേരളത്തിലെ അതിർത്തി ജില്ലകളെയാണ് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്കും കയറ്റി അയക്കുന്നതിന് 3 മാസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ കേരളത്തിന് ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത അടക്കമുള്ള പദ്ധതികളിലെ കേരളത്തിന്റെ നിർമ്മാണത്തിന് സാമഗ്രികൾ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിക്കുന്നത്. നിയന്ത്രണത്തോടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള ലോഡുകളുടെ വരവ് കുറഞ്ഞു. ഇത് പദ്ധതികൾ വൈകാനും അതോടൊപ്പം തന്നെ വിലക്കയറ്റത്തിനും കാരണമാകും. ഇടുക്കി വിഷൻ, കുമളി.